ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നിനക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ വയ്യ അല്ലടാ. അങ്ങനെയാണെങ്കിൽ ഇനി നീ ജയിലിലേക്കും പോണ്ട, പുറത്തും ജീവിക്കണ്ട. ഒത്തേ കീറാ ഇവനെ തീർക്കടാ. നീ ഇവിടെ തന്നെ ഇരി, ഞാൻ ഡീൽ ചെയ്തോളാം. ഇന്നത്തെ ദിവസം മുഴുവൻ അടിയും തല്ലുവാണല്ലോ. ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ നീ ഇപ്പൊ ക്ലോസ് ആയനെ. ഒരുത്തിന് തല്ല് ശരിയാക്കിയിട്ട് ഞാൻ വരുന്ന വഴിയാ വീണ്ടും ആ ഗംഗ എന്റെ കയ്യിൽ കിട്ടിയതാണ്. അവനെ നന്നായിട്ടൊന്ന് ചതച്ചതാ, പക്ഷെ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. ആ നിരാശയിൽ വരുമ്പോഴാ നിന്നെ ഇവിടെ ആൾക്കാർ തല്ലുന്നത് കണ്ടത്. ഇവന്മാരെയൊക്കെ ആരാ വിട്ടെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. സരയു പൈസ കൊടുത്ത് പറഞ്ഞു വിട്ട ഗുണ്ടകളാ. നീ വെറുതെ അവളുടെ കുഞ്ഞിന്റെ പിന്നാലെ നടക്കാതെ പുറത്തിറങ്ങിയ സ്ഥിതിക്ക് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരിക്കണം. അതെങ്ങനെ പറ്റും സാറേ? ഞാൻ ഇറങ്ങി തന്നെ എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാ. നീ കണ്ടല്ലോ, പിന്നെയും എന്തിനാണ് നീ കുഞ്ഞിന്റെ പിന്നാലെ നടക്കുന്നത്? എടാ, നീ ടെക്സ്റ്റൈൽസ് വെച്ച് അവളുടെ കുഞ്ഞിനെ എടുത്ത ശേഷം ഭ്രാന്ത് എടുത്ത പോലെ അവൾ നടക്കുന്നത്. അവൾ അച്ഛന് ജയിലിൽ വെച്ച് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇനി പുറത്തിറങ്ങി നീ അകത്ത് പോകരുതെന്ന് പറഞ്ഞിട്ടായിരിക്കും അവൾ നടക്കുന്നത്. എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ സാറേ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടേ പറ്റത്തുള്ളൂ സാറേ. അതിനുള്ള അവസരം ഞാനായിട്ട് തന്നെ ഉണ്ടാക്കും. ഇനി വേണ്ടി വന്നാ കുഞ്ഞുള്ളിടത്തേക്ക് ഞാൻ ഇടിച്ചു കയറി ചെല്ലുക തന്നെ ചെയ്യും. അവളെന്നെ കൊല്ലാതിരിക്കും എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അവനും രണ്ടും കൽപ്പിച്ച നടക്കുന്നത്. ഇവന്റെ പരവൽ കാലാവധി കഴിഞ്ഞ് ഇവനങ്ങ് പോയാൽ മതിയായിരുന്നു. പോയാലും ആ ബഗാസുനും വിക്രമൊക്കെ അകത്ത് കിടക്കില്ലേ? ഇവൻ ഇങ്ങനൊരു മനസ്സുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ജനിച്ചപ്പോ തന്നെ ആരോരും ഇല്ലാതെ ജനിച്ചത്. പിന്നെ അവൻ വഴിതെറ്റിപ്പോയില്ല, ആരും പഴിച്ചിട്ട് കാര്യമില്ല. എന്നാൽ ഇപ്പോ ആത്മാർത്ഥമായിട്ട് സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ അവൻ ചെയ്ത തെറ്റുകൾ അവനെ തന്നെ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുക. സരയുവിനെ പോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട് അവനോട് ശത്രുതയുണ്ട്, അവരുടെ ബന്ധുക്കളുണ്ട്. അതുകൊണ്ട് പുറത്ത് നിൽക്കുന്ന അവന്റെ ജീവിതം അത്ര സുരക്ഷിതമല്ല. അവൻ ഇനിയുള്ള കാലം അകത്ത് കിടക്കുന്നതാണ് നല്ലത്. എന്റെ കല്യാണി, നീ സരയുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത്. അല്ല, അവളും അവളുടെ അമ്മയൊക്കെ തെറ്റ് ചെയ്യാത്ത കൂട്ടത്തിലാണോ? കിരൺ നിന്നെ കല്യാണം കഴിക്കാൻ നേരത്ത് ഏതെല്ലാം രീതിയിലാണ് അവര് കൊല്ലാൻ നോക്കിയത്? അങ്ങനെ തെറ്റ് ചെയ്ത ഒരുത്തേക്ക് മനോഹരനോട് ക്ഷമിച്ചൂടെ? അങ്ങനൊന്നും അവളോട് പറയാൻ പറ്റില്ല. പറഞ്ഞ ഞങ്ങളെ ശത്രുക്കളായിട്ട് കാണും. ശത്രുക്കളായി കണ്ട ആർക്ക് പോവും? നഷ്ടം അവക്ക് തന്നെയാ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സരയു പ്രശ്നക്കാരി തന്നെയായിരുന്നു. പക്ഷേ അതോടൊപ്പം സരയു ആത്മാർത്ഥമായിട്ട് തന്നെയാ മനോഹരനെ സ്നേഹിച്ചിരുന്നത്. കിരണിനേക്കാൾ മെച്ചപ്പെട്ട ഭർത്താവിനെയാണ് തനിക്ക് കിട്ടിയതെന്ന് പോലും ഒരു ഘട്ടത്തിൽ അവൾ വിശ്വസിച്ചിരുന്നു. അവനെ മുൻനിർത്തി കിരണേട്ടനെ അടിച്ചു താഴ്ത്താനൊക്കെ അവൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാ വെറുപ്പിന്റെ ആഴം കൂടിയത്. കിരൺ എന്തെങ്കിലും തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റോ? അങ്ങനെ തെറ്റ് ചെയ്താ നിനക്കത് സഹിക്കാൻ പറ്റോ? പിന്നെ മോളെ പോലെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്ന കൂട്ടത്തിലായിരുന്നില്ലല്ലോ സരയു. അങ്ങനെയുള്ളവർക്ക് പ്രതികാര ചിന്ത ഒരുപാട് കൂടും. അതിന്റെ ഭാഗമായിട്ടാ അവൾ ഇങ്ങനെ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ദുഃഖവാർത്തയുണ്ട്. ഒരിക്കൽ കൂടി അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. ഗംഗാപ്രസാദ് അവനെ കണ്ടോ മോനെ? കണ്ടു. അവനെ കടപ്പുറത്തിട്ട് ഞാൻ തല്ലി ചതച്ചു. പക്ഷെ കടലിൽ പോകുന്ന ചില അണ്ണന്മാരെന്നെ ചതച്ചു കളഞ്ഞു. അവര് കരുതിയത് നിരപരാധിയായ ഒരുത്തിന്റെ മേൽ ഞാൻ ഗുണ്ടായുസം കാണിക്കുകയാണെന്ന്. അവര് വന്നെന്നെ പിടിച്ചു മാറ്റി. ആ ഗ്യാപ്പിൽ അവൻ രക്ഷപ്പെടുകയും ചെയ്തു. വലിയ കഷ്ടമായി പോയല്ലോ കിരണേ. അതെ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് 2 തല്ല് കഴിഞ്ഞിട്ടാ ഇപ്പൊ ഞാൻ വരുന്നത്. അവൻ രക്ഷപ്പെട്ട നിരാശയിൽ വരുമ്പോഴാണ് വേറെ കുറെ പേര് മനോഹരനെ തല്ലുന്നത് കണ്ടത്. അവന്മാരെ അടിച്ചൊതുക്കി മനോഹരനെയും അവിടുന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുത്തി. ആ ഗുണ്ടകളെ വിട്ടത് സരയു തന്നെ ആയിരിക്കും അല്ലയോ മോനെ? പിന്നല്ലാതാരാ? മൊത്തത്തില് തല്ലോട് തല്ലായിരുന്നു. ഇന്ന് ഗംഗയെ തല്ലി ചതച്ച് കടലിലെറിയാമായിരുന്നു. നാളെ അവൻ എവിടെയെങ്കിലും പോയി അടിഞ്ഞാനെ. അതും മൊത്തത്തിൽ നഷ്ടമായി. അവൻ ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടല്ലേ? ഉണ്ട്. എടാ, ഗംഗയെ കണ്ടായിരുന്നു. തല്ലി ചതച്ചെങ്കിലും അവനെ കൊല്ലാൻ പറ്റിയില്ല. തലനാരിടയ്ക്ക് അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ സാറിനോട് വരുമായിരുന്നല്ലോ. വന്നെങ്കിൽ നന്നായിരുന്നേനെ. നീ മൂർച്ചയേറിയ കടാരമായിട്ട് നടക്കുമല്ലേ. കടപ്പുറത്തുള്ളവര് പിടിച്ചു മാറ്റിയതുകൊണ്ടാ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ആ സമയത്ത് അവൻ രക്ഷപ്പെട്ട് ഓടുമ്പോ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനെ കത്തി എറിഞ്ഞെങ്കിലും വീഴ്ത്താമായിരുന്നു. ഇനി എന്തായാലും അവന്റെ ശരീരം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അത് അത്രയ്ക്ക് അങ്ങ് ചതഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോ ഒന്നല്ലല്ലോ, 2-3 തവണയായില്ലേ ഇടിച്ചൊതുക്കിയത്. കാട്ടി വന്ന ശേഷം ഒന്ന് സെറ്റ് ആയതാ സാറേ. പഴയതിനേക്കാൾ അവന്റെ ശരീരം ഒന്ന് പുഷ്ടിപ്പെട്ട് വന്നതാ. അപ്പൊ അവൻ ഞങ്ങളെ രണ്ടാളെ ലക്ഷ്യം വെച്ച് തന്നെയാ നടക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറിയനെ. അതെ, ഓരോ പ്രാവശ്യവും അവനെതിരെ അറ്റാക്ക് ഉണ്ടാകുമ്പോഴും അവന് അവന്റെ കടമകൾ ചെയ്യാനുള്ള താല്പര്യം കൂടി വരിക. അത് നമ്മൾ സൂക്ഷിച്ചേ പറ്റൂ. സർ, കോഫി ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ എടുത്ത് കുടിച്ചോളൂ. ഓക്കെ സർ. ഡോക്ടറെ, ഇന്ന് എനിക്ക് പോകാൻ പറ്റൂല. എന്തിനാ സാറേ വെറുതെ സാഹസം കാണിക്കുന്നത്? ഞാനൊരു കാര്യം തറപ്പിച്ച് പറയാം. വീൽ ചെയറിൽ ഇരുന്നാണെങ്കിലും ഞാൻ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യും. അതിന് കുഴപ്പമൊന്നുമില്ല. സാറിന് ആംബുലൻസിൽ ഇവിടെ നയിക്കാം, അല്ലെങ്കിൽ കാറിലായാലും പോവാം. എന്നാ പിന്നെ എനിക്ക് അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാമല്ലോ. തൽക്കാലം വേണ്ട, മുറിവ് തുടങ്ങട്ടെ. അതുപോലെ ശരീരം കത്തിക്കുന്ന വിഷമാണ് ഉള്ളിലേക്ക് പോയിരിക്കുന്നു. നമ്മൾ ആ തേനകത്ത് ചെറുതായിട്ടൊന്ന് തീ പിടിപ്പിച്ചാൽ മതിയായിരുന്നു. അത് ആളി കത്തിയണേ. എന്ന് വെച്ചാ തീ തന്നെയാണ് കുടിച്ചിറക്കിയത്. ഒരു നിമിഷം കൂടെ വൈകിയിരുന്നെങ്കിൽ സാറിനോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു. പിന്നെ സാറിനെ ആർക്കും ജീവനോടെ കാണാൻ പറ്റില്ലായിരുന്നു. ഡോക്ടറെ, എന്റെ ജീവിതത്തിന്റെ ഒരു ഘട്ടം വരെ മരിച്ച അവസ്ഥയിലായിരുന്നു ഞാൻ ജീവിച്ചത്. അതിനുശേഷം ജീവിതം തിരിച്ചു പിടിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 കൊല്ലം ആയിട്ടുള്ളൂ. അതുകൊണ്ട് ദൈവങ്ങൾക്ക് തന്നെ അറിയാം ഞാനിങ്ങനെ കുറച്ചു നാൾ കൂടി വേണമെന്ന്. ഡോക്ടർ കണ്ടല്ലോ, എന്റെ ജീവന് വേണ്ടിയും എന്റെ മക്കൾക്കും മരുമക്കൾക്കും ആപത്തുണ്ടാവാതിരിക്കാൻ വേണ്ടിയും എന്റെ ഭാര്യ തല മുണ്ടനം വരെ ചെയ്തു കഴിഞ്ഞു. അത്രയ്ക്ക് സ്നേഹിക്കുന്നവൾ അരികിലുള്ളപ്പോ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകണമെന്നൊന്നും തോന്നില്ല ഡോക്ടറെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരിച്ചിവിടെ തന്നെ വരണമെന്ന്. ഇനി ഇത് ഭാവിയിൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കൂ? അപകടമൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഇപ്പൊ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ബെഡ് റെസ്റ്റ് ആണ് കൂടുതൽ വേണ്ടത്. എന്നാ പിന്നെ ഇനിയെല്ലാം ഡോക്ടർ പറയുന്ന പോലെ. പക്ഷെ കല്യാണത്തിന്റെ അന്ന് നോ കോംപ്രമൈസ്. അന്ന് പൊയ്ക്കോളാൻ ഞാൻ പറഞ്ഞല്ലോ. ഇടയ്ക്ക് കിരണെന്നെ വിളിച്ചായിരുന്നു. അച്ഛനെ വിടുകയാണെങ്കിൽ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് ഇരുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് വീൽ ചെയറിന്റെ കാര്യമില്ലല്ലോ, നടക്കാലോ. ഒരു കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്ക് വയറിനകത്തെ ഒരു കത്തുന്ന ചെറിയ വേദനയുണ്ട് എനിക്ക്. അതും നമ്മൾ പ്രത്യേകിച്ച് ആഹാരം കഴിക്കും. അതുകൊണ്ടാണ് ഹെവി ഫുഡൊന്നും തരാത്തത്. ഒരാഴ്ച കൂടി കഴിയുമ്പോ പരിപൂർണമായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീട്ടിൽ പോയാൽ ചിലപ്പോ കാര്യങ്ങളെ
കൺട്രോളിൽ നിന്നു വരില്ല. അല്ല ഡോക്ടറെ, ഇതിനകത്ത് കിടക്കുമ്പോഴും കാർത്തിയുടെ കല്യാണത്തെക്കുറിച്ച് എന്റെ ചിന്ത. അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്, അവനോട് വന്ന അവനെ തീർക്കാൻ കാത്തിരിക്കുക എല്ലാരും. അതിനിടയിൽ അവൻ ആർക്കെങ്കിലും അപകടം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് മോന്റെ ഫോൺ കോൾ വരുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു പേടിയാ. ആ അമലു എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സാരമില്ല. അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ശാപവനുണ്ടല്ലോ, അതവനെ വെറുതെ വിടില്ല. അവൻ തിരിച്ച് പരോള് കഴിഞ്ഞ് പോകുന്നത് വരെ ഞാൻ എന്റെ കുഞ്ഞിന്റെ അരികിൽ നിന്ന് മാറില്ല. അല്ലെങ്കിൽ അവൻ ഇനി ഒരിക്കലും എന്റെ മോളുടെ അരികിലേക്ക് വരില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് കിട്ടണം. അതിനുവേണ്ടി ഞാൻ പൈസ കുറച്ച് വാരി എറിഞ്ഞിട്ടുണ്ട്. അവനെ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷെ അവൻ അടുത്തെത്തിയപ്പോ മറ്റാരും ഇടപെട്ടതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നാ പറഞ്ഞു. അവൻ സെക്യൂരിറ്റിയൊക്കെ വെച്ചാണോ നടക്കുന്നത്? അതുകൊണ്ടായിരിക്കുമല്ലോ കൊല്ലാൻ കഴിയാതെ പോയത്. കിരൺ വിചാരിച്ച അവനെ കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അവനോടിപ്പോ കിരണിനോട് തണുത്ത സമീപനം ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല. അത് കിരണിന്റെ മാത്രം കുഴപ്പമല്ല, കല്യാണിക്കോ അവനോടൊരു സിമ്പതി ഉണ്ട്. അവരുടെയൊക്കെ സഹതാപം അവൻ പിടിച്ചു പറ്റിക്കോട്ടെ, അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഈ ഒരു കാര്യത്തിൽ മാത്രം കോംപ്രമൈസ് ഇല്ല. അവനൊന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് അവൻ ഇനിയും ഇടിച്ചു കയറി വരുമായിരിക്കും അല്ലേ മോളെ? ഇങ്ങോട്ട് വരാനാ സാധ്യത കൂടുതൽ. കാരണം ഇനി മോളെയും കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നില്ല. പിന്നെ കാർത്തികേശ്വര കല്യാണ ദിവസം ഇനി പുറത്തേക്ക് പോകാൻ പോകുന്നത്. ആ കല്യാണം വരെ അവൻ പുറത്തുണ്ടോന്ന് അറിയില്ല. അതുകൊണ്ട് ഇനി 1-2 ദിവസം അവൻ നമ്മുടെ മോളുടെ അരികിലേക്ക് വരുമെന്ന് ഭയന്നാ മതി. ആ 2 ദിവസത്തിനുള്ളിൽ അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കുന്നത്. എങ്ങനെയെങ്കിലും അവൻ ജയിലിലേക്കൊന്ന് പോയാൽ മതിയായിരുന്നു. അവൻ മരിച്ചാ ഞാൻ പിന്നെ കൊലയാളിയാ, ചിലപ്പോ അകത്ത് പോകും. അതുകൊണ്ട് അവൻ മരിക്കാതെ അകത്തോട്ട് പോണേന്നായിരിക്കും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന. എന്നാ ഞാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. എന്റെ മകൾക്ക് അവനെ കൊണ്ടുള്ള ശല്യം എന്നേക്കുമായിട്ട് ഒഴിവായി പോണം. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും. മോളെ പോലെ തന്നെ അവനെ വെറുക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. സത്യം പറഞ്ഞ ഈ അവസരത്തില് അവരുടെ ബന്ധുക്കളേക്ക് ഇളക്കി വിടുക വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവരാരെങ്കിലും അവനെ കൈകാര്യം ചെയ്തോളും. അപ്പൊ പിന്നെ നീ അതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടില്ലല്ലോ മോളെ. എനിക്ക് അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ സമയമില്ല. അവനിൽ വഞ്ചിക്കപ്പെട്ടത് എന്നെ പോലുള്ള പാവപ്പെട്ട പെൺകുട്ടികളാ. അവര് വന്ന് അവനെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ രക്ഷപ്പെടണമെന്നുള്ള സ്വാർത്ഥതയൊന്നും പഴയതുപോലെ ഇപ്പൊ എനിക്കില്ല. അവനെ കൊല്ലാൻ ഒരു അവസരം കിട്ടിയാ അത് എനിക്ക് തന്നെ ചെയ്യണം. അപ്പൊ കിട്ടുന്നൊരു തൃപ്തി ഉണ്ടല്ലോ, അത് മറ്റൊരാൾ ചെയ്താൽ എനിക്ക് കിട്ടണമെന്നില്ല. മറിച്ചല്ല, വെള്ളം ചേർക്കാതെ നല്ല കട്ടി പാലും വേണം, ചൂട് പാല്. ശരി. എന്താ സാറേ കഴിക്കുന്നില്ലേ? പോകണോ? ഏതാണ് അവൻ? അറിയില്ല സാറേ. ഇപ്പൊ ഇവിടെ വന്ന ഭക്ഷണം പാലൊക്കെ ഓർഡർ ചെയ്തിട്ട് സാറന്മാരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവൻ ഓടി പൊക്കളഞ്ഞു. വണ്ടി എടുക്കണോ? ശരി സാർ. എടുത്തു മാറ്റണം വണ്ടി, എടുത്തു മാറ്റാൻ.